32+9 അങ്ങനെയാണെങ്കിൽ 41 വരെ LDFന് കൊടുക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഇനി 41 വരുമ്പോൾ UDF അവിടെ വരുന്നത് 32 സീറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 11 സീറ്റിന്റെ മേധാവിത്വം LDFന് ഈ മേഖലയിൽ ഒന്നാകെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മലബാർ മാത്രം പരിശോധിക്കുമ്പോൾ LDFന് ഒരു മേൽക്കൊയ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടാം. പക്ഷെ ആകെ മൊത്തം ട്രെൻഡ് ഒന്നാകെ ഒരു തരംഗമായിട്ട് തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ടെങ്കിൽ അത് UDFന് തിരിച്ചായിരിക്കും സംഭവിക്കുക. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ തരംഗങ്ങൾ കാണുന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരാണ്. അതുകൊണ്ട് ആ സർക്കാർ ഒന്ന് മാറട്ടെ എന്നുള്ള ഒരു പൊതുവികാരം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ നോക്കിയാൽ പോലും ഈ 41 എന്നുള്ള നമ്പർ കുറയാനുള്ള സാധ്യതകൾ വിരളമാണ്. പരമാവധി UDFന് ഈ മേഖലയിൽ നിന്നും കൈവരിക്കാവുന്നത് ഒരു 32 സീറ്റോളം സീറ്റുകളാണ്. അതിൽ കുറയാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മലബാറിൽ മാത്രം 41 സീറ്റുകൾ LDFന് നേടായതായാൽ ബാക്കിയുള്ള മലബാറിനപ്പുറത്തുള്ള തെക്കൻ കേരളത്തിൽ ഒരു 30 സീറ്റ് കൂടി അവർക്ക് നേടിയാൽ മതിയാകും. നിലവിലുള്ള സാഹചര്യത്തിൽ അത് സാധ്യമാകുമെന്നാണ് കരുതപ്പെടേണ്ടത്. ഏതായാലും കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ LDFന് ഒരു മേധാവിത്വം അപ്പർ ഹാൻഡ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. LDFന്റെ കോട്ടകൾ അട്ടിമറിക്കുക എന്നുള്ളത് ചിലപ്പോൾ നടക്കാത്ത കാര്യമാണ്. ഇനി 1-2 സീറ്റുകൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും അത് കവർ ചെയ്ത് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയും. മറുഭാഗത്ത് നേരിയ ഭൂരിപക്ഷത്തിന് മറുഭാഗത്തുള്ള സീറ്റുകളും ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. അല്ലെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ തന്നെ നിലനിർത്തിയേക്കാം. അങ്ങനെ വന്നാലും 41 എന്നുള്ളത് അത് കൂടാനാണ് സാധ്യത. അത് 45-46 വരെ പോയേക്കാം. മറുഭാഗത്ത് 32 മുതൽ 35 വരെയാണ് സാധ്യതകൾ ഉള്ളത്. ഇതാണ് മലബാറിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പ്രത്യേക കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രസക്തമാക്കിയത്. മറ്റു ഒരുപാട് വിവാദ വിഷയങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്, സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ, മറ്റു വികസന പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, ഇത് ഏത് രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും നടത്തിയിട്ടുള്ളത് എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതായിരിക്കും ജനങ്ങൾ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്ത സ്ഥിതിക്ക് LDFന് മേൽക്കോയ്മയുള്ള തെരഞ്ഞെടുപ്പാണ് മലബാറിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. കേരളത്തെങ്ങാനും ഈ ഒരു ട്രെൻഡിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ.